എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഓണർ സദ്യ സീരീസ് ഓഫ് റെസിപ്പീസ് ഡേ 2. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയാണ് ബീൻസ് മെഴുക്ക് പുരട്ടി. അതിനായിട്ട് നമ്മൾ ഒരു കടായിൽ അല്ലെങ്കിൽ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ എടുക്കുന്നു. എന്നിട്ട് അതിലോട്ട് കുറച്ച് കടുക് പൊട്ടിക്കുന്നു. കടുക് ഇട്ട് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഡ്രൈഡ് റെഡ് ചില്ലീസ്, 2 വറ്റൽമുളകിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മൾ വഴറ്റിയെടുക്കണം. കറിവേപ്പില ഇല്ലാത്ത ഡിഷുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഇനി അതിൽ കുറച്ച് ചതച്ച് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് നല്ലോണം ഇളക്കിയെടുക്കണം. എന്നിട്ട് നമ്മൾ മുറിച്ച് വെച്ച് വള്ളിപ്പയറിട്ട് നല്ലോണം ഇളക്കിയെടുക്കാം. നമുക്ക് സ്ട്രിംഗ് ബീൻസ് ഇല്ലെങ്കിൽ ഫ്രഞ്ച് ബീൻസ് യൂസ് ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടമാണ്, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണം ഇളക്കിയെടുക്കണം. ഇനി ഇതൊരു 7-8 മിനിറ്റത്തേക്ക് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് കുക്ക് ചെയ്യാൻ വിടണം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അടുപ്പ് മാറ്റി മിക്സ് ചെയ്ത് കൊടുത്ത് നോക്കാം. ഹൈ ഫ്ലെയിം ആക്കൽ, അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഞാൻ ഇതിലോട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇടാണ്. അത് ടോട്ടലി ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതൊന്ന് നല്ലോണം ഇളക്കി കൊടുത്ത് നമുക്ക് സ്പ്രെഡ് ചെയ്ത് വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ വിടാം. അപ്പോൾ നമ്മുടെ ബീൻസ് മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ഇതിന് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്ത് ചൂടോടെ കഴിക്കുക. എന്നിട്ട് കമൻറ്റ് ചെയ്ത് പറയുക ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന്. ആർക്കൊക്കെ ബീൻസ് ഇഷ്ടമാണ്? ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക് ആൻഡ് ഷെയർ മൈ വീഡിയോ. ഇനി ഞാൻ മറ്റൊരു വീഡിയോയിൽ വേറൊരു റെസിപ്പി ആയിട്ട് വരാം. അപ്പോഴത്തേക്ക് ടാറ്റാ, ബൈ ബൈ.